പ്രിയമുള്ളവരെ, നമ്മുടെ സംസ്ഥാനത്ത് പുതിയ മേനോൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഭരണം, ആ ഭരണത്തിനെക്കുറിച്ച് മുമ്പ് തന്നെ ബുദ്ധിയുള്ളവരൊക്കെ പറഞ്ഞിരുന്നു, അത് കാവ്യവൽക്കരിക്കപ്പെടുന്ന ഭരണമാണ്. ഫലത്തിൽ BJP അല്ല ഭരിക്കുന്നതെങ്കിലും BJPയുടെ ആശയങ്ങളും താല്പര്യങ്ങളുമെല്ലാം നടപ്പിലാകുന്ന ഒരു സർക്കാരാണ് ഇവിടെ ഇവർ കൊണ്ടുവരുന്നത്, ഇവർ നടപ്പിലാക്കുക എന്ന്. അത് അക്ഷരാർത്ഥത്തിൽ 15 ദിവസം പിന്നിടുന്നതിന് മുമ്പ് തന്നെ അതങ്ങനെ തന്നെയാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുന്നത്. ഇക്കാലം അത്രയും BJPയുടെ സഹായത്തോടെ വോട്ട് ചോദിച്ച് വിജയിച്ച ഒരു മേനോൻ, അതുവരെയും മറച്ചു വെക്കപ്പെട്ടിരുന്ന തൻ്റെ ആ പദവിക്ക് ചാർത്തിക്കൊണ്ട് മേനോൻ എന്ന് പറയുന്ന മേൽജാതിക്കാരനാണ് ഞാൻ എന്ന് തെളിയിച്ചുകൊണ്ട് ഔദ്യോഗിക ചടങ്ങിൽ അത് പ്രഖ്യാപിച്ച ഒരു മനുഷ്യൻ. ഇദ്ദേഹത്തിന് BJPയുടെ അതേ കാഴ്ചപ്പാടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ പല വാക്കുകളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കിയെടുത്തതാണ്. ചരിത്രത്തിലില്ലാത്ത വിധം 3 സീറ്റിൽ കേരളത്തിൽ BJP വിജയിച്ചതിനെക്കുറിച്ചു അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ, അവർക്കും എന്താ അങ്ങനെ വിജയിക്കുന്നതിന് എന്നാണ് ചോദിച്ചത്. സംഘ് പരിവാറിൻ്റെ ഏതെങ്കിലും കാഴ്ചപ്പാടില്ലാത്ത ഒരാൾ ഇങ്ങനെ പറയില്ല. അതേസമയം നമ്മുടെ ജനാധിപത്യത്തിന് അത് മാരകമായ പരിക്കേൽപ്പിക്കുമെന്നാണ് ബുദ്ധിയുള്ള ജനാധിപത്യവാദികളൊക്കെ അത്തരമൊരു ചോദ്യം ചോദിച്ചാൽ ഉത്തരവാദപ്പെട്ട ഒരാൾ പറയുക. ഇദ്ദേഹം പറയുന്നത് എന്താണ്, അവർക്കെന്താ ജീവിച്ചുകൂടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളും അവരൊക്കെ ബായി ആണ്, അതുകൊണ്ട് അവരായാലും ഇവരായാലും ഞങ്ങളായാലും അതിലൊന്നും ഒരു പരാതി പറയാനില്ല, ഒക്കെ സമമാണ് എന്ന ഒരു ശൈലിയിലേക്കാണ് ഈ മേനോൻ നമ്മളെ കൊണ്ടുപോയി എത്തിക്കുന്നത്. അവരും ഒരു പാർട്ടിയല്ലേ, അവർക്കും വ്യക്തിത്വമില്ലേ എന്ന് ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് സംഘ് പരിവാറിനെ കുറിച്ച് പറയുന്നുവെങ്കിൽ അവർ തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് നമുക്ക് തിരിച്ചറിയേണ്ടത്. തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ മംഗലാപുരം പോയി അദാനി ഗ്രൂപ്പിൻ്റെ ചെയർമാനെ കണ്ടത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെയും അദ്ദേഹം മറുപടി പറഞ്ഞിട്ടില്ല. പിണറായി വിജയൻ്റെ സമ്മതമില്ലാതെയോ മറ്റോ ഏതെങ്കിലും ഒരു പോലീസുകാരൻ ദത്തേത്രനെ പോയി കണ്ടാൽ അത് വലിയ ഡീലും മറ്റുമൊക്കെയായി ഇദ്ദേഹമൊക്കെ ഇങ്ങനെ കൊട്ടിഘോഷിച്ച് നടന്നിരുന്നല്ലോ. പക്ഷേ ഇദ്ദേഹം ചെയ്തതിനെക്കുറിച്ച് ചോദ്യമില്ല, അന്വേഷണമില്ല, പാർട്ടിക്കാർക്കും പരാതിയില്ല. ആ രീതിയിലാണ് മുന്നോട്ട് നീങ്ങുന്നത്. കാരണം പരാതി പറഞ്ഞിട്ട് കാര്യമില്ല, ടൈഅപ്പ് ചെയ്ത് വന്നതാണ്. ഈ ഭരണം നിങ്ങൾക്ക് പിടിച്ചു തരണമെങ്കിൽ ഇങ്ങനെയൊക്കെ നീങ്ങേണ്ടി വരും, ഞങ്ങൾ അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണല്ലോ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞു 75 സീറ്റ് ഏറെ കിട്ടിയാൽ UDFന് കിട്ടുമെന്ന്, അല്ലെങ്കിൽ തോൽക്കാനും സാധ്യതയുണ്ട് എന്ന്. അങ്ങനെയുള്ളിടത്തു നിന്ന് നേരത്തെ തന്നെ ഈ മാന്യദേഹം പറഞ്ഞതെന്താണ്, 100-ലേറെ സീറ്റ് നേടും എന്ന് ഖണ്ഡിതമായി. ഇല്ലെങ്കിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചത്. എന്നുവെച്ചാൽ വനവാസത്തിന് പോകും എന്ന് വെച്ചാൽ അത് ഉറപ്പാണ്. ആർക്കാണ് അദ്ദേഹത്തിന് ഈ ഒരു ഉറപ്പ് കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ അതുപോലെ തന്നെ പിണറായി വിജയൻ 6 റൗണ്ടിൽ ബാക്കിലായിരിക്കും എന്ന് ഒരു മറഞ്ഞ കാര്യം നമ്മൾ അനിൽ വർക്കിയും അതുപോലുള്ള പലരും പറഞ്ഞു. അപ്പം ഇങ്ങനെ പല രീതിയിലുള്ള ആസൂത്രണങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായിട്ടോ മറ്റോ ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രഖ്യാപനം ബുദ്ധിയുള്ളവരാരും നേരത്തെ പറയില്ല. പക്ഷേ അവർക്ക് ആ വിഷയത്തിൽ ഒരു കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടായിരിക്കും നേരത്തെ തന്നെ പറഞ്ഞു. അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ അത് പറയാൻ നിൽക്കില്ല, അതൊക്കെ ഇങ്ങനെ ചിരിച്ച് കൈകാര്യം ചെയ്യുള്ളൂ. മംഗലാപുരം ഡീലിൽ BJPയുടെയും സംഘ് പരിവാറിൻ്റെയും താല്പര്യങ്ങൾ നടത്തിത്തരാമെന്ന് ഏറ്റിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം അങ്ങനെ വന്ന് അദ്ദേഹം അധികാരം ഏറ്റെടുത്തതിൻ്റെ ശേഷം 2 ആഴ്ച പിന്നിടുന്നതിന് മുമ്പ് ഏകദേശം BJP ഒരു സർക്കാരിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം ഇവിടെ നടപ്പിലാക്കി കഴിഞ്ഞു. ജാജയ ബാബുവിനെ അഡ്വക്കേറ്റ് ജനറലായി നിശ്ചയിച്ചു. ആരാണ് അദ്ദേഹം? ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന സംഘിയുടെ കുഴലൂത്തുകാരനായ അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് അന്ന് ഭരിച്ചിരുന്ന സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ മുടക്കാൻ വേണ്ടിയിട്ട് വാദിച്ചിരുന്ന ഈ ആളാണ് അഡ്വക്കേറ്റ് ജനറലായത്. അഥവാ BJPയും കടത്തി വെട്ടുന്ന സംഘ് പരിവാറിൽപ്പെട്ട ജാജയ ബാബു എന്ന് പറയുന്ന ആളെയാണ് അഡ്വക്കേറ്റ് ജനറലായി ഇദ്ദേഹത്തിന് നിശ്ചയിക്കാൻ കിട്ടിയത്. അതത്രമാത്രം യോഗ്യനാണ് എങ്കിൽ ഈ സർക്കാരിനെയും ഗവൺമെൻറ്റിനെയും പദ്ധതികളെ അട്ടിമറിച്ച ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. പല ബില്ലുകളും ഒപ്പിടിക്കുന്നതിന് പിന്തിരിപ്പിച്ചത് അദ്ദേഹമാണ്. അഡ്വക്കേറ്റ് ജനറൽ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ്റിൻ്റെ വാദങ്ങൾ മുഴുവനും കോടതിയിലും
നിയമപ്രശ്നങ്ങളായിട്ടൊക്കെ ഉന്നയിക്കാനുള്ള ഏറ്റവും ഉയർന്ന സ്ഥാനത്തുള്ള ഒരാൾ എന്നാണ്. അങ്ങനെയുള്ള ഒരാളെ, ഒരു BJPയെ കടത്തിവെട്ടുന്ന സംഘപരിവാറായ ഒരാളെ ആ ഭാഗത്ത് നിശ്ചയിക്കണമെങ്കിൽ അതൊരു ജനാധിപത്യ വിശ്വാസിക്ക് കഴിയില്ല. സംഘപരിവാറുമായുള്ള ഒത്താശ, ആ ഡീല് നടപ്പിലാക്കാൻ വേണ്ടി മാത്രമേ അങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ. അങ്ങനെ അതുപോലെ തന്നെ സത്യപ്രതിജ്ഞയിൽ താനൊരു മേൽജാതിക്കാരനാണെന്ന് തെളിയിക്കുക. അതുവരെയും ഇങ്ങനെ ഒരു മേനോന്റെ കഥയോ മറ്റോ ആരും കേട്ടിട്ടില്ല. അദ്ദേഹം തന്നെ പലതവണ നിയമസഭയിലും മറ്റുമൊക്കെ സത്യപ്രതിജ്ഞ ചെയ്തതാണ്. അവിടെ ഒന്നും ഈ മേനോൻ പ്രയോഗിച്ചിട്ടില്ല. അപ്പോൾ മേനോൻ പ്രയോഗിക്കുകയായി ഞാനൊരു ഉയർന്ന ജാതിക്കാരനാണ് എന്ന മെസ്സേജും, മുമ്പുള്ള മുഖ്യമന്ത്രിയൊക്കെ താഴ്ന്ന ജാതിക്കാരനായ ഏതോ ഒരാളുടെ മകനാണല്ലോ എന്നൊക്കെ, ചെത്തുകാരൻ്റെ മകനാണ് എന്നൊക്കെയാണല്ലോ അവർ പ്രചരണം നടത്തിയത്. എന്ന് വെച്ചാൽ ജാതി കൊണ്ടും മറ്റുമൊക്കെ അവഹേളിക്കുക എന്നുള്ളത് ഒരു സ്വഭാവവും ശൈലിയുമാക്കിയ ഒരു വിഭാഗത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പിന്നെ അദ്ദേഹം ആ സദസ്സിൽ തന്നെ വന്ദേ മാതരത്തിനെ പൂർണ്ണമായിട്ടും സപ്പോർട്ട് ചെയ്തു. വന്ദേ മാതരം നമ്മൾ ഇതുവരെയും ഇങ്ങനത്തെ ഒരു വേദികളിൽ കേട്ടിട്ടില്ല. ഇനി അവിടെയെങ്കിലും വന്ദേ മാതരം പാടുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 2 വരികളെ പാടാൻ പാടുള്ളൂ എന്ന് വരെ നിയമജ്ഞന്മാർ നമ്മോട് നിർദ്ദേശിച്ചതാണ്. കാരണം മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെ മുഴുവനും അങ്കലാപ്പിലാക്കുന്ന, അവരുടെ ആശയങ്ങൾക്ക് വിരുദ്ധമായ, തനി ദേവീദേവന്മാരെ വന്ദിക്കുന്ന അത്തരത്തിലുള്ള പാട്ടുകളും, മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഷിർക്കിൻ്റെ പാട്ടാണത്. അതൊരിക്കലും തന്നെ മുസ്ലിങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ 2 വരി മാത്രമേ പ്രയോഗിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഷിർക്കിൻ്റെ മുഴുവൻ കാര്യങ്ങളുള്ള ജനാധിപത്യ വിശ്വാസികൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു പാട്ടിലെ 2 വരി തന്നെ പാടാൻ പാടില്ല. അങ്ങനെയുള്ള വന്ദേ മാതരം ഇതുവരെ കേൾക്കാത്തത് ആ സദസ്സിൽ വെച്ച് 2 വരി എന്നല്ല, അതിൻ്റെ മുഴുവനും പാടുകയും പാടിപ്പിക്കുകയും ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് 2ാമത്തെ ഡീലാണ്. വന്ദേ മാതരം ദേശീയ ഗാനമാക്കണം എന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്ന, ഗീതത്തിൽ നിന്നും ഗാനത്തിലേക്ക് മാറ്റി എല്ലാ സദസ്സുകളിലും എല്ലാ പരിപാടികളിലും അതിന് പ്രാതിനിധ്യം നൽകണമെന്നാണ് BJP ഇതര സംഘപരിവാറുകളൊക്കെ വാദിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒറ്റയടിക്ക് തന്നെ താൻ സ്ഥാനമേൽക്കുന്ന സമയത്ത് തന്നെ നടപ്പിലാക്കി കൊടുത്തു. ഇതിനെക്കുറിച്ച് വിഷയം ഉന്നയിച്ചപ്പോൾ അത് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്ന്, അങ്ങനെയുള്ളൊരു വിഷയം ഔദ്യോഗിക തലത്തിൽ പറയാൻ പാടില്ലല്ലോ. നമ്മൾ രത്തൻ കേൽക്കർ പറഞ്ഞതുപോലെയാണ് ഇപ്പം അത്. BJPയുടെ പാർട്ടിയുടെ സീല് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസിൽ വന്നതിനപ്പോൾ അത് ശ്രദ്ധിച്ചില്ല. അത് ടെക്നിക് പ്രോബ്ലം, ആ പ്രോബ്ലമാണ് മനസ്സിലാകാത്തത്. അങ്ങനെ ഒരു ടെക്നിക്ക്, എന്താ കോൺഗ്രസിൻ്റെ സീൽ അവിടെ വരാത്തത്, ലീഗിൻ്റെ സീലും LDFിൻ്റെ സീലും വരാത്തത്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സീല് വരാത്തത്. അപ്പം ഇങ്ങനെ ഒരുപാട് ഒത്തുകളികൾ അതിലുണ്ട്. അങ്ങനെ ആ ഒത്തുകളിക്കെല്ലാം നേതൃത്വം നൽകിയ ഒരാളെ തന്നെ നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ചു. അപ്പം അതിനെക്കുറിച്ച് ചോദിക്കുന്നത്, അദ്ദേഹത്തെ പിണറായി ഒരുപാട് രംഗത്ത് ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ടല്ലോ, എന്നിട്ട് ഇപ്പോൾ മാത്രം നിങ്ങൾക്ക് എന്താ എതിർപ്പ് എന്ന് ചോദിച്ചപ്പോൾ, ഇപ്പോഴുള്ള ഈ രംഗങ്ങളൊക്കെ കാണുമ്പോൾ ഒരാൾ BJP ആകാൻ കൂടുതൽ സമയമാണ്ടല്ലോ, സംഘപരിവാറാകാൻ. കോൺഗ്രസിൻ്റെ മുഴുവൻ 10ൻ്റെ അടുത്ത് മുഖ്യമന്ത്രിമാർ, 12 മുഖ്യമന്ത്രിമാരൊക്കെ ഇന്ന് BJP ആണല്ലോ ഉള്ളത്. അപ്പോൾ മുഖ്യമന്ത്രിമാരായ ആളുകൾ തന്നെ BJPക്ക് പോയെങ്കിൽ രത്തൻ കേൽക്കർക്ക് BJP പോകാൻ അധികം സമയമില്ല. അതിന് മുമ്പൊക്കെ നല്ല സേവനം കാഴ്ചവെച്ചപ്പോൾ LDF സർക്കാർ ഉയർത്തി. പിന്നെ LDF സർക്കാരിനെ വീഴ്ത്താനുള്ള പരിപാടി അദ്ദേഹം തന്നെ നടത്തിയിട്ടുണ്ടോ എന്ന് മനസ്സിലാകുന്നത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ അതിൽ നിന്നിട്ട് കാര്യമില്ല, അതിനെ സപ്പോർട്ട് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ മാറലെ പരിപാടികൾ തന്നെ അങ്ങനെ മാറുന്ന രീതിക്ക് പുതിയ സർക്കാർ വരുമ്പോൾ പുതിയ സർക്കാരിനെ നമ്മൾ പ്രതിഷ്ഠിക്കാം, അതിനനുസരിച്ച് സ്ഥാനങ്ങൾ നൽകണം എന്ന ഒരു ഉള്ളിലെ ഡീൽ ഉണ്ടായിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയൊക്കെ ഡീലുണ്ട് എന്ന് പശ്ചിമ ബംഗാളിൽ ഇവരുടെ നേതാവാകുന്ന രാഹുൽ ഗാന്ധിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ഇവിടെയുള്ള ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല തോന്നുന്നുണ്ട്. രാഹുൽ ഗാന്ധി ഇതിനെക്കുറിച്ച് പറയുന്നുമില്ല, വോട്ട് ചോരിനെ കുറിച്ചുള്ള സംസാരവുമില്ല. അങ്ങനെ കാവ്യവൽക്കരണത്തിൻ്റെ ഒരു ന്യായീകരണം അവർ വന്ദേ മാതരത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞു, അത് ശ്രദ്ധിച്ചില്ല എന്ന്. എന്നാൽ കോൺഗ്രസിൻ്റെ അടിസ്ഥാന നയം തന്നെയായ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം കർണാടകയിൽ അധികാരമാറ്റം ഉണ്ടായി TK ശിവകുമാർ മുഖ്യമന്ത്രിയായപ്പോൾ അവിടെ എല്ലാവരും അണിനിരന്നു. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ എല്ലാ നേതാക്കളും അണിനിരന്ന് വന്ദേ മാതരം വളരെ സജീവമായിട്ട് എല്ലാവരും ചുണ്ടുകൊണ്ട് തന്നെ ഉച്ചരിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു അബദ്ധത്തിൽപ്പെട്ടതായ ഒരു പ്രശ്നമല്ല വന്ദേ മാതരം. അവർ ദേശീയ തലത്തിൽ പുലർത്താൻ പോരുന്ന ആ ഹിന്ദുത്വ അജണ്ടയുടെ ഭാഗമായിട്ട് അവർ നടപ്പിലാക്കുകയാണ്. സംഘപരിവാറിൻ്റെ മറ്റൊരു പതിപ്പായിട്ട് തങ്ങൾ മാറുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരം തന്നോളൂ, സംഘപരിവാർ എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഞങ്ങൾ നടത്തിയിലാക്കി തരാം എന്നതിൻ്റെ ഒരു നിദർശനമായിട്ട് നിഷ്പക്ഷ ആളുകൾ ഇത് വിലയിരുത്തിയാൽ ഒരിക്കലും അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാവ്യവൽക്കരണത്തിനുള്ള
എല്ലാ അന്തരീക്ഷങ്ങളും ഞങ്ങൾ ഒരുക്കിത്തരാം എന്നാണ് അവർ പറഞ്ഞത്. അതുപോലെ കേരളത്തിൽ ജയിച്ച സീറ്റ് BJP 3 സീറ്റിൽ ജയിച്ചിട്ടുണ്ട്. ആ 3 സീറ്റിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്താണുള്ളത്. വോട്ട് എവിടെ പോയി എന്നുള്ള കണക്കെടുപ്പ് ഒന്ന് നടത്തി നോക്കുന്നത് നല്ലതാണ്. BJP ഡീലിൻ്റെ അന്തർധാര എവിടെയെല്ലാം നീണ്ടു നിൽക്കുന്നുണ്ട് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അഡ്വക്കേറ്റ് ജനറലിനെ ജാജയ ബാബുവിനെ നിശ്ചയിക്കുന്നു. ആരിഫ് ഖാൻ്റെ കൂടെ ഉണ്ടായി അന്നത്തെ സർക്കാരിൻ്റെ എല്ലാ നല്ല കാര്യങ്ങളെയും തടയാൻ വേണ്ടിയിട്ട് എല്ലാ ശ്രമങ്ങളും നടത്തിയ ആൾ. വേറെ ഒരാൾ ഇവർക്ക് കിട്ടിയില്ല. കാരണം ഡീലിൻ്റെ ഭാഗമാണ്. ഇന്ന ആളെ നിശ്ചയിക്കണം എന്ന് പറഞ്ഞു കൊടുത്താൽ പിന്നെ അയാളെ തന്നെ നിശ്ചയിക്കണമല്ലോ. ഏതായാലും കാണാമറയത്തുള്ള ഒരാളെ നിശ്ചയിച്ചിട്ട് നിയമം നടപ്പിലാക്കലോ അല്ലെങ്കിൽ ഡീൽ നടപ്പിലാക്കലോ നടക്കുകയില്ലല്ലോ. BJPക്ക് ഓഫീസും കൊടുത്തു. 3 ആളുണ്ടായതുകൊണ്ട് അവർക്ക് ഓഫീസ് കൊടുക്കണം. അത് ചോദിക്കാതെ തന്നെ കൊടുക്കും. ഏതായാലും കൊടുത്തു. പിന്നെയോ അവരിൽപ്പെട്ട പല ആളുകൾക്കും മന്ത്രി ബിന്ദുവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിശ്ചയിച്ച ആൾ കോൺഗ്രസ്സുകാരൻ പോലുമല്ല, BJPയുടെ സംഘടനയുടെ നേതാവാണ് എന്ന് കോൺഗ്രസ്സുകാർക്കും DCC പ്രസിഡന്റിന് വരെ പരാതിയുണ്ട്. പക്ഷെ പരാതി ഉണ്ടായിട്ട് കാര്യം ഉണ്ടാവില്ല. ഡീൽ നടപ്പിലാക്കുമ്പോൾ എല്ലാം ഇവിടെ തീരെഴുതി കൊടുക്കേണ്ടി വരും. ശരചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളെയാണ് അവിടെ സെക്രട്ടറി ആക്കി കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് കോൺഗ്രസിനായിട്ട് യാതൊരു ബന്ധമില്ല. അതേസമയം BJPയുടെ സജീവ പ്രവർത്തകനാണ് എന്ന് അവർ തന്നെ പറഞ്ഞു. മറ്റൊരു വിഷയം, ഇവരൊക്കെ കൂടെ ഉള്ളത് മുസ്ലിം സമുദായം എന്ന് പറയുന്ന ആ പേരുച്ചരിച്ചുകൊണ്ട് അധികാരം നിലനിർത്താൻ വേണ്ടിയിട്ട് കാപട്യം പ്രകടിപ്പിക്കുന്ന ലീഗും ഇവരെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയും എന്ന് കരുതുമ്പോഴാണ് വളരെ വിഷമമുള്ളൊരു കാര്യം. മഹാത്മാഗാന്ധി സർവകലാശാലയിലെ നിയമനം അവിടെ MG സർവകലാശാല മുമ്പ് താൽക്കാലികമായ VC നിയമനത്തിന് സർക്കാർ പാനൽ നൽകാത്തതിനാൽ BJPയുടെ നോമിനിയെയാണ് ഇപ്പോൾ അവിടെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോഴത്തെ ഇവരുടെ ഉയർന്ന മന്ത്രിയായ വിദ്യാഭ്യാസ മന്ത്രിയായ റോജി, അദ്ദേഹം സർവകലാശാല സന്ദർശിച്ചപ്പോൾ അവിടുത്തെ കോൺഗ്രസ് സംഘടനകൾ, UDF സംഘടനകൾ, അധ്യാപക സംഘടനകളെല്ലാം കൂടി 3 പേരുടെ ലിസ്റ്റ് കൊടുത്തു. മന്ത്രി അതുമായി വന്നു. മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. പക്ഷേ അത് കൊടുക്കേണ്ട സമയത്ത് ഗവർണർക്ക് കൊടുത്തില്ല. അതെന്താണ്? ഡീലിൻ്റെ വ്യക്തമായ ഉദാഹരണം. അല്ലെങ്കിൽ ഒരു VC നിയമനത്തിന് ഒരാളെ ഗവൺമെൻറ് ശുപാർശ ചെയ്യൽ നിർബന്ധമാണല്ലോ യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ വൈകിപ്പിച്ചു. അപ്പോൾ എന്തായി? BJPയുടെ സംഘപരിവാറിൻ്റെ മറ്റൊരു മുത്തശ്ശനായ നമ്മുടെ ഗവർണർ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരു BJPക്കാരനെ അങ്ങോട്ട് നിയമിച്ചു കൊടുത്തു. BJP അനുഭാവികളുടെ അധ്യാപക സംഘടനയിൽ അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മളിതിൽ കേൾക്കാത്ത പേരാണ്. D മാവൂത്ത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അങ്ങനത്തെ ഒരാളെയാണ് ഇപ്പോൾ VC ആയിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. ഇത് എങ്ങനെ സംഭവിച്ചു? ഇവരുടെ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനകൾ കൊടുത്ത 3 പേര് അവർ മറച്ചു വെച്ചു. ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക രേഖയായിട്ട് ഗവർണർക്ക് കൈമാറിയില്ല. അങ്ങനെ താമസിപ്പിച്ചു. ഡീലിൻ്റെ ഭാഗമാണ്. നിയമിക്കാനുള്ളതെല്ലാം BJPക്കാരെ നിശ്ചയിച്ചോട്ടെ എന്നുള്ള ഡീലാകുമ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ചില ചപ്പടി വിദ്യകളൊക്കെ ചെയ്യേണ്ടി വരുമല്ലോ. യഥാർത്ഥത്തിൽ ഇത് സർവകലാശാല ആക്ടിൻ്റെ ലംഘനം കൂടിയാണ്. സർക്കാർ പ്രതിനിധിയെ കൊടുക്കാതെ ആ പ്രതിനിധിയെ കൊടുക്കൽ വൈകിപ്പിച്ചതിൻ്റെ പേരിൽ ഗവർണർ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ വെക്കുക എന്ന് പറയുന്നത്. VC ആയിരുന്ന ഡോക്ടർ സാബു തോമസ് 2023 മെയിലും വിരമിച്ചതിനെ തുടർന്നാണ് ജൂൺ 5-നാണ് മുൻ VC ആയിരുന്ന CT അരവിന്ദകുമാറിന് താൽക്കാലികമായ VC ആയി ചുമതല നൽകിയത്. അദ്ദേഹത്തിന് പുനർനിർണയം നൽകണമെന്നാണ് അന്ന് സർക്കാർ നിർദ്ദേശിച്ചതെങ്കിലും ഗവർണർ തയ്യാറായില്ല. കാരണം BJP ബാന്ധവുള്ളവരാണല്ലോ. തുടർന്നാണ് ബാബു തോമസും അതുപോലെ ഡോക്ടർ CT അരവിന്ദകുമാർ, ഡോക്ടർ ജയചന്ദ്രൻ എന്നിവരുടെ പേരുകൾ ഉൾപ്പെട്ട പാനൽ ഗവൺമെൻറ് നൽകി. മുമ്പത്തെ ഗവൺമെൻറ് ഇതും ഗവർണർ മടക്കി. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളയിൽ വന്നിട്ടില്ല. അതോടുകൂടെ സാബു തോമസിന് പകരം മറ്റൊരു പ്രൊഫസറുടെ പേര് ഉൾപ്പെടുത്തിയിട്ടാണ് പിന്നീട് കൊടുത്തത്. ഈ പാനലിൽ നിന്നാണ് ഗവർണർ CT അരവിന്ദകുമാറിനെ തിരഞ്ഞെടുത്തത് എന്ന് മനസ്സിലാക്കണം. മുമ്പത്തെ ഗവൺമെൻറ്റൊക്കെ ആ വിഷയത്തിൽ വളരെ ജാഗ്രതയോടെ പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിന് അത് പ്രവർത്തിക്കാൻ കഴിയാത്തത് എന്തെന്ന് ചോദിച്ചാൽ ഡീല് നടപ്പിലാക്കുമ്പോൾ ഇങ്ങനെയൊന്നും കഴിയില്ല. അതൊക്കെ ഇങ്ങനെ കണ്ണു ചിമ്മേണ്ടി വരും. അപ്പോൾ ഇവിടെ കാവ്യവൽക്കരിച്ചു എന്നുള്ളത് വെറുതെ പറയല്ല. കാവ്യ മനസ്സുള്ള ഒരു മേനോൻ, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ളവരൊക്കെ അങ്ങനെ, അദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി, അദ്ദേഹത്തിന് ഒത്താശ ചെയ്ത് കൊടുത്ത ആൾ, അതുപോലെ അഡ്വക്കേറ്റ് ജനറൽ,
ശക്തമായും ഗവൺമെൻറ്റിനെതിരുള്ള ബി ജെ പിയുടെ അപ്പുറത്ത് കിടക്കുന്ന ജയബാബു ഇങ്ങനെ ഒരു സകലകുലാപിയാക്കി കൊണ്ടുപോയെങ്കിൽ അത് പിന്നെ നന്നാവുമായിരുന്നു. പക്ഷേ അതേസമയം ഫുൾ ബി ജെ പി ഭരിക്കുന്നില്ലെങ്കിലും ബി ജെ പിയുടെ താല്പര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റുന്ന എല്ലാവരെയും എല്ലാ തലപ്പത്തും നിയമിച്ചിരിക്കുന്നു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പറഞ്ഞതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ബി ജെ പി ഭരിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് എങ്കിലും ബി ജെ പിക്ക് 3 സീറ്റേ ഉള്ളൂ എങ്കിലും യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് 105 സീറ്റുണ്ട് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയാണ്. ഇങ്ങനൊരു VC നിയമനത്തിൽ സർക്കാർ ഇങ്ങനെയൊക്കെ ഉദാസീനം കാണിക്കുമ്പോൾ ഈ സമുദായത്തിൻ്റെ പാർട്ടി എന്ന് പറയുന്ന ലീഗ് ഉണ്ടല്ലോ, അവർക്ക് സമുദായം എന്ന് പറഞ്ഞാൽ സമുദായം ഒരു കറവപ്പശു മാത്രമാണ്, അത് പറഞ്ഞെങ്കിലേ അവർക്ക് നിലനിൽപ്പുള്ളൂ. ഇങ്ങനത്തെ വിഷയങ്ങളിലൊന്നും അവർ ഇടപെടൂല. വഖഫ് പോലുള്ള വിഷയങ്ങളിലൊന്നും അവർക്ക് താല്പര്യമില്ല. മുസ്ലിം സംഘടനകൾക്കിടെ യോഗത്തിൽ അവർ പോകൂല. അവർക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ ഈ സർക്കാരിന് അനുകൂലമായിട്ട് എന്തൊക്കെ കിട്ടുമോ അതിന് കൂടി നടക്കും. ഏതായാലും അത്തരം പാർട്ടികളിൽ നിന്ന് നമുക്കുണ്ടാകുന്ന ഷെറുകൾ ഫിത്നകളൊക്കെ തടുക്കപ്പെടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയല്ലാതെ വേറെ മാർഗമൊന്നുമില്ല. അതുപോലെ തന്നെ ചില മാധ്യമങ്ങളിൽ കണ്ടു ഈ ഗവൺമെൻറ് നിയമസഭ വിളിച്ചു കൂട്ടി കാര്യങ്ങളൊക്കെ നടത്തിയ സമയത്ത് മോദി സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾക്കെതിരെ പ്രമേയം പാസ്സാക്കണമെന്ന്, അടിയന്തര പ്രമേയം പാസ്സാക്കണമെന്ന് പറഞ്ഞപ്പോൾ തള്ളി എന്ന് ചില മാധ്യമങ്ങളിൽ കണ്ടു. അതിൻ്റെ ഔദ്യോഗിക രേഖ എന്താണെന്നറിയില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി എന്നൊക്കെ കേട്ടു. ആ സഭ കാണാത്തത് കൊണ്ട് അതിൻ്റെ വ്യക്തമായ രൂപം പറയാൻ കഴിയുന്നില്ല. പക്ഷേ പല മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ മോദി സർക്കാർ അവിടെ ഭരിക്കുമ്പോൾ അതിൻ്റെ അനുജൻ ഇവിടെ ഭരിക്കുന്നുണ്ട് എന്ന ഒരു പ്രതീതി കേരളത്തിൽ കാണുന്നുണ്ട്. ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ ജനങ്ങളുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് ഉള്ള ഒരു ഭരണം ഇവിടെ കിട്ടില്ല. ജനങ്ങൾ വോട്ട് ചെയ്ത ഒരു സർക്കാരല്ല ഇവിടെ ഉള്ളത് എന്ന് പറയേണ്ടി വരും. അതിന് തെളിവെന്താണെന്ന് വെച്ചാൽ തെളിവാണ് കിട്ടാത്തത്. ഡീലും ഒത്തുതീർപ്പും ഔദ്യോഗിക രംഗത്ത് നടത്തുമ്പോൾ പിന്നെ അതിന് തെളിവുണ്ടാവുമല്ലോ, ഒക്കെ മരവിപ്പിച്ച് കളയല്ലോ. കാരണം തിരൂരങ്ങാടി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ലീഗ് കഷ്ടിച്ച് ജയിക്കുമോ തോൽക്കുമോ എന്ന് ആശങ്കിച്ചിരുന്ന ഒരു സ്ഥലത്ത് 7000 വോട്ടിന് മാത്രം മുമ്പ് ജയിച്ച, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ച അവിടെ 63,000 വോട്ടിന് ആ പാർട്ടി ജയിച്ചു. അവർക്ക് എതിരെ വോട്ട് ചെയ്യേണ്ടവരൊക്കെ എതിരെ വോട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെ സംഭവിച്ചു? അത് ശക്തമായ ഡീലും ശക്തമായ അട്ടിമറിയല്ലാതെ, ഡീൽ വഴിയുള്ള അട്ടിമറിയല്ലാതെ. അതുപോലെ മലപ്പുറം മണ്ഡലത്തിൽ കുഞ്ഞാലിക്കുട്ടി 80,000-ലേറെ വോട്ടിനാണ് വിജയിച്ചത്. അവിടെ എങ്ങനെ ഊറ്റി കുടിച്ചാലും 40,000 വോട്ടിനെ വിജയിക്കുള്ളൂ എന്ന് പാർട്ടി കണക്കൂട്ടിയതാണ്. പിന്നെ 45,000 വോട്ട് എവിടെ നിന്ന് കിട്ടി? അവിടെ എതിരെ ചെയ്യേണ്ട വോട്ടുകളൊക്കെ എതിരെ ചെയ്തിട്ടുണ്ട്. വോട്ട് ചെയ്യേണ്ടടുത്ത് ചെയ്യും, പക്ഷേ അത് തെളിയൽ മറ്റേയിലാണ്. മുമ്പ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ തന്നെ പലയിടത്തും കൈപ്പത്തിയിലും അതുപോലെ തന്നെ അരിവാൾ ചുറ്റിയിലും ചെയ്ത വോട്ടുകൾ താമരയിൽ പൊങ്ങിയിരുന്നല്ലോ. എന്നതുപോലെ ഇപ്രാവശ്യം നേരെ ഒന്ന് സഹകരിച്ചു കൊടുത്തതാണ് എന്ന് വ്യക്തമാകുന്ന രീതിയിലുള്ള അട്ടിമറികളുണ്ട്. അതിന് തെളിവെന്തെന്ന് ചോദിച്ചാൽ വോട്ട് ചെയ്തവരെല്ലാം പറയുന്നു ഞങ്ങൾ വോട്ട് ചെയ്തത് എതിരാണെന്നുള്ളത്. പക്ഷേ ഞങ്ങളെ വോട്ടൊക്കെ അനുകൂലമായിട്ടാണ് വീണിട്ടുള്ളത്. അത് തന്നെ അട്ടിമറിൻ്റെ തെളിവ്. ഇവിടെ ഈ തെളിവല്ലാതെ പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഏതായാലും നമ്മുടെ രാജ്യം 5 വർഷം ഇങ്ങനെ പോകുമ്പോൾ BJPയുടെ ഭരിക്കേണ്ട അവസ്ഥ ഇല്ലാത്ത രീതിയിൽ BJP ഭരണമായി ഇവിടെ മാറും. അടുത്ത തവണ BJPക്ക് വേദിയൊരുക്കുകയും ചെയ്യും. ഏതായാലും നമ്മുടെ ജനാധിപത്യം അതിനെതിരെ ജാഗ്രതയോടെ എപ്പോഴും കണ്ണ് തുറന്ന് തന്നെ നിൽക്കണമെന്നാണ് നമുക്ക് ആവശ്യപ്പെടാനുള്ളത്.